നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 14-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. സംസ്ഥാനത്ത് പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെ സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, ഗവർണറുടെ നയപ്രഖ്യാപനം, അതോടൊപ്പം തന്നെ പുതിയ ബജറ്റ് എന്നിവയും ഉടൻ നടക്കും. UDF മുന്നോട്ട് വെച്ച നിരവധി വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ വലിയൊരു വിഭാഗം പദ്ധതികളും സ്ത്രീകൾക്ക് വലിയ നേട്ടമാകും. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായിട്ട് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് എന്നിവയൊക്കെ തന്നെ ഇതിൽ വളരെ പ്രധാനമാണ്. കൂടാതെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ തന്നെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, അതുപോലെ തന്നെ BPL വിഭാഗങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് എന്നിവയുമൊക്കെ തന്നെ പ്രകടന പത്രികയിലുണ്ട്. ഇവയ്ക്ക് പുറമെയായിട്ട് റബ്ബർ താങ്ങുവില 300 രൂപയായിട്ട് ഉയർത്തൽ, സംസ്ഥാന വ്യാപകമായിട്ട് മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്ന ഇന്ദിര ക്യാൻറ്റീനുകൾ, ആശാ വർക്കർമാരുടെ കുറഞ്ഞ ദിവസവേതനം അത് 700 രൂപയാക്കൽ തുടങ്ങിയ സുപ്രധാന പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്ന ആദ്യ ബജറ്റിൽ തന്നെ ഉൾപ്പെടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ നിയന്ത്രണം കൊണ്ടുവന്ന് എണ്ണ കമ്പനികൾ. നിശ്ചിത അളവിൽ കൂടുതൽ ഇന്ധനം വിതരണം ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ കമ്പനികൾ. ഇത് സംബന്ധിച്ച് പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ധനവില വർധനവ് ഉണ്ടായേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മൊത്ത വിൽപ്പന നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. ഒരു ഉപഭോക്താവിന് 200 ലിറ്റർ വരെ മാത്രമേ ഡീസൽ ലഭിക്കുകയുള്ളൂ. 5000 രൂപ വരെ പെട്രോളും വിതരണം ചെയ്യും എന്ന രീതിയിലാണ് പരിധി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ധന ലഭ്യതയുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ വിതരണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്ന് മുന്നോട്ട് പോവുകയാണ് നിലവിലിപ്പോൾ സംസ്ഥാനത്തെ മിക്ക പെട്രോൾ പമ്പുകളും. ഇന്ധനം വാങ്ങുന്നതിന് ക്രെഡിറ്റ് സംവിധാനമൊക്കെ തന്നെ ഒഴിവാക്കിയത് പമ്പ് ഉടമകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. നിലവിൽ വാങ്ങുന്ന സ്റ്റോക്കിന് അനുസൃതമായ തുക മുൻകൂറായിട്ട് നൽകണം. ഇത് സംസ്ഥാനത്തെ ഇന്ധനം അതിൻ്റെ ശേഖരത്തെ രൂക്ഷമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിലവിൽ 2 മാസത്തേക്കുള്ള അസംസ്കൃത എണ്ണ മാത്രമാണ് സ്റ്റോക്കുള്ളതെന്നാണ് വിവരം. ഇതോടൊപ്പം തന്നെ പ്രകൃതിവാതകവും തീരുന്നതാണ്. 1.5 മാസം ഉപയോഗിക്കാനുള്ള LPGയും കൈവശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എന്നാൽ ഇത് പര്യാപ്തമായിട്ടുള്ള അളവിൽ ഇല്ലെന്നതാണ് വസ്തുത. വൈകാതെ ഇന്ധനവില റെക്കോർഡ് നിരക്കിലേക്ക് കടക്കുമെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കർഷക രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയൊക്കെ തന്നെ കർഷകർക്ക് വളരെ ലളിതമായി തന്നെ ഈ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രം ചിലവഴിച്ചുകൊണ്ട് കർഷകർക്ക് തങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി മടങ്ങാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഈ ഒരു അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID എന്ന രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് എടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ കൈപ്പറ്റുന്നവർ, കാർഷിക വായ്പകൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർ, അതുപോലെ നിലവിൽ ഇത്തരം വായ്പകൾ ലഭ്യമായിട്ടുള്ളവർ, അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഗോൾഡ് ലോണൊക്കെ തന്നെ എടുക്കുന്നവർ, അതുപോലെ ജൈവരാസവളങ്ങളുമൊക്കെ തന്നെ കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിലൊക്കെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഭാവിയിൽ കാർഷിക അനുബന്ധ മേഖലകളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ഈ ഒരു കർഷക ID നിർബന്ധമായതിനാലാണ് കേന്ദ്ര സർക്കാർ ഇത് ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കുന്നത്. നിലവിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ കർഷകർക്ക് അവരുടെ സമയവും നിങ്ങളുടെ സാഹചര്യവും അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ സമീപമുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് രേഖകൾ കൃത്യമായി ഹാജരാക്കി ID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് കർഷകൻ്റെ ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുമായി ഏറ്റവും പുതിയ കരമടച്ച രസീത് എന്നിവയൊക്കെ മാത്രം ഹാജരാക്കിയാൽ മതിയാകും. ആധാരമോ പട്ടയമോ പോലെയുള്ള മറ്റ് രേഖകളുടെ പകർപ്പ് ഇപ്പോൾ ആവശ്യമില്ല. വിവരങ്ങളുടെയൊക്കെ തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ കർഷകർക്ക് പ്രത്യേക ID കാർഡ് കൂടി നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.
മുൻപ് ആരംഭിച്ച ഈ പദ്ധതി പല കാരണങ്ങളാൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നെങ്കിലും ഇനിയും ഐഡി ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കർഷകർക്ക് ഒരു സുവർണ അവസരം നൽകാനാണ് ഇപ്പോൾ ഇത് പുനരാരംഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വൈകാതെ തന്നെ ഈ സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി വഴി നിലവിൽ 1000 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിൽ, അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾ, ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന APL, അതായത് വെള്ള നീല കാർഡ് ഉടമകളെ കൂടി ഈ പദ്ധതിയിലൂടെ ഭാഗമാക്കാൻ ആലോചനയുണ്ട്. ഇനി മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ പെൺകുട്ടികൾക്കായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ്. അതായത് +2 കഴിഞ്ഞ് ബിരുദത്തിനോ, അതായത് ഡിഗ്രി, അതുപോലെ ബിരുദാനന്തര ബിരുദത്തിനോ, PG കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾക്കോ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ് നൽകുന്ന പദ്ധതിയാണിത്. സർക്കാരിൻ്റെ 5 ഇന ഗ്യാരണ്ടികളിൽ ഉൾപ്പെട്ട ഈ പദ്ധതിയിൽ APL, BPL വ്യത്യാസമില്ലാതെ അർഹരായ എല്ലാ പെൺകുട്ടികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന് അർഹതയുണ്ടാകും. മറ്റ് സ്കോളർഷിപ്പുകളൊക്കെ തന്നെ വാങ്ങുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരുന്നതിന് തടസ്സമില്ല. ഇതിൻ്റെ ഔദ്യോഗിക രൂപരേഖ അടുത്ത മാസം സർക്കാർ പുറത്തിറക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നതാണ്. കൂടാതെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് ഏപ്രിൽ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മെയ് മാസത്തിൽ 2000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. മെയ് അവസാന വാരത്തോടെ തന്നെ ഈ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതിനാൽ തന്നെ അർഹരായവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്, സംസ്ഥാനത്തെ മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ അത് ഒരുമിച്ച് വിതരണം ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് തുക ലഭിക്കാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ മെയ് മാസത്തെ 2000 രൂപയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുള്ളതിനാൽ തന്നെ മെയ് മാസത്തെ വിതരണം എന്ന് ആരംഭിക്കും എന്ന കാര്യത്തിൽ തന്നെ വളരെയധികം ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ അതാത് മാസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻപത്തെ സർക്കാർ, LDF സർക്കാർ 3 മാസത്തെ തുക അനുവദിച്ചുകൊണ്ട് ഒരുമിച്ച് ഉത്തരവിറക്കിയിരുന്നു. ഇതിൽ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിഷു പ്രമാണിച്ച് നേരത്തെ വിതരണം ചെയ്യാനായിട്ട് രണ്ടാമതൊരു ഉത്തരവ് കൂടി പുറത്തു വരികയും അതനുസരിച്ച് വിതരണം പൂർത്തിയാവുകയും ചെയ്തു. ഇനി നിലവിലെ ഉത്തരവ് പ്രകാരം വിതരണം ചെയ്യാനുള്ളത് മെയ് മാസത്തിലെ പെൻഷൻ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഭരണമാറ്റം നടക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ പുതിയ സർക്കാർ, UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം മാത്രമേ ഈ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയുള്ളൂ. നിലവിലെ ഉത്തരവിൽ പെൻഷൻ വിതരണം തുടങ്ങേണ്ട കൃത്യമായ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാധാരണ പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ള മാസത്തെ 25-ാം തീയതിയോടെ ഇത്തവണയും വിതരണം തുടങ്ങാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് ഭരണകൂടം നിലവിൽ വരുന്നതോടുകൂടി സർക്കാരിൻ്റെ ആദ്യ ജനക്ഷേമ നടപടികളിലൊക്കെ തന്നെ ഒന്നായിട്ട് മെയ് മാസത്തിലെ പെൻഷൻ വിതരണം വേഗത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കി 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുക. ഇതിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് സഹകരണ സംഘങ്ങൾ വഴി പ്രതിനിധികളൊക്കെ തന്നെ വീടുകളിലെത്തി പെൻഷൻ തുക ലഭ്യമാക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ് തുടരുകയാണ്. ബുധനാഴ്ച മെയ് 13-ാം തീയതി സ്വർണ്ണവിലയിൽ പവന് ഒറ്റയടിക്ക് 10,200 രൂപയുടെ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 1,275 രൂപ കൂടി 15,390 രൂപയും പവന് 10,200 രൂപ കൂടി 1,23,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.